167 കിലോമീറ്റർ ദൂരമുള്ള ഒരു കടലിടുക്ക് ലോക വ്യാപാരത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിലെ പ്രധാന കണ്ണി. അതെ, പറഞ്ഞു വരുന്നത് ഹോർമുസ് കടലിടുക്കിനെ കുറിച്ച് തന്നെയാണ്. ഇറാൻ അമേരിക്ക ആണവ ചർച്ചയ്ക്കിടയിലും ലോകത്തിന്റെ പ്രധാന ശ്രദ്ധ ഈ വ്യാപാര പാതയിലേക്കാണ്. ചെറിയ രീതിയിലെങ്കിലും പാതയിൽ തടസ്സം നേരിട്ടാൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ഗൾഫ് രാജ്യങ്ങളിൽ മാത്രം ഒതുങ്ങില്ല, ഏഷ്യയെയും യൂറോപ്പിനെയും എന്തിന് ലോകത്തെ ആകെ ബാധിക്കും. നൂറ്റാണ്ടുകളായി മധ്യേഷ്യയിൽ നിന്നുള്ള ചരക്കുകൾ വിപണിയിലെത്തിക്കാൻ ഉപയോഗിച്ചിരുന്ന ചരിത്രപരമായ പാതയാണ് ഹോർമുസ് കടലിടുക്ക്. ഒരു പ്രകൃതിദത്ത പാത, പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഏക കടൽപാത. വടക്ക് ഇറാൻ, തെക്ക് UAEയും ഒമാനും സ്ഥിതി ചെയ്യുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓയിൽ കലവറ ഹോർമുസ് കടലിടുക്കിന്റെ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പേർഷ്യൻ രാജ്യങ്ങളിലാണ്. കടലിടുക്കിന്റെ നേരെ കിഴക്ക് സമുദ്രമാണ്. ഗൾഫ് രാജ്യങ്ങളെ ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും പിന്നെ ലോകത്തെ മറ്റിടങ്ങളിലേക്കും ബന്ധിപ്പിക്കുന്ന സമുദ്രപാത. വീതി കുറവാണെങ്കിലും ലോകത്തിലെ ഏറ്റവും തന്ത്രപരമായ ജലപാതകളിലൊന്നാണ് ഈ കടലിടുക്ക്. എല്ലാ ദിവസവും അസംസ്കൃത എണ്ണ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ദ്രവീകൃത പ്രകൃതിവാതകം എന്നിവ വഹിക്കുന്ന വൻതോതിലുള്ള ടാങ്കറുകൾ ഇതിലൂടെ കടന്നുപോകുന്നു. സൗദി അറേബ്യ, ഇറാൻ, UAE, കുവൈറ്റ്, ഇറാഖ് എന്നീ ഒപെക് അംഗങ്ങൾ അവരുടെ ക്രൂഡ് ഓയിലിന്റെ ഭൂരിഭാഗവും ഈ കടലിടുക്ക് വഴിയാണ് കയറ്റുമതി ചെയ്യുന്നത്, പ്രധാനമായും ഏഷ്യയിലേക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ LNG കയറ്റുമതിക്കാരിൽ ഒരാളായ ഖത്തർ അതിന്റെ വാതക കയറ്റുമതിയുടെ ഭൂരിഭാഗവും ഈ വഴിയാണ് അയക്കുന്നത്. ഇതിലൂടെയുള്ള ചെറിയ തടസ്സങ്ങൾ പോലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കും. റിപ്പോർട്ടുകൾ അനുസരിച്ച് 2022 ഈ കടലിടുക്കിലൂടെ കടന്നു പോകുന്ന അസംസ്കൃത എണ്ണയുടെയും കണ്ടൻസേറ്റിന്റെയും ഏകദേശം 82% ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ് പോയത്. വ്യാപാര പാതയിൽ എന്തെങ്കിലും തടസ്സം നേരിടുകയാണെങ്കിൽ ഏഷ്യൻ സമ്പദ്വ്യവസ്ഥയെ സാരമായി ബാധിക്കും. എണ്ണവിലയിലെ പെട്ടെന്നുള്ള വർധനവ് ലോകമെമ്പാടും പണപ്പെരുപ്പത്തിന് കാരണമാകും. പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കടലിടുക്കിലെ അസ്ഥിരത സാമ്പത്തിക പ്രത്യാഘാതങ്ങൾക്ക് ഇടവരുത്തിയേക്കും. ഇന്ത്യയിലേക്കുള്ള എണ്ണ വിതരണത്തിന്റെ 40%-ലധികവും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. ഈ എണ്ണ വരുന്നതാകട്ടെ ഹോർമുസ് കടലിടുക്കിലൂടെയും. കടലിടുക്കിന്റെ തന്ത്രപരമായ പ്രാധാന്യം വളരെ കാലമായി അതിനൊരു സംഘർഷ കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട്. കടലിടുക്കിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഇറാന് ഈ മേഖലയിൽ മേൽക്കൈ നൽകുന്നു. ജലപാത അടയ്ക്കുന്നത് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിലൂടെ തങ്ങളുടെ സ്വാധീനം ശക്തമാക്കാമെങ്കിലും പൂർണ്ണ ഉപരോധം ഇറാന്റെ സ്വന്തം എണ്ണ കയറ്റുമതികളെയും ദോഷകരമായി ബാധിക്കും.